രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്നും നീക്കേണ്ടത് സ്പീക്കറാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. രാഹുലിനെതിരെ പാർട്ടി നടപടി വൈകിയിട്ടില്ലെന്നും മുരളീധരൻ പ്രതികരിച്ചു. ഒളിവിലിരിക്കാതെ പിടിച്ചുകൊണ്ട് വരണം, അതിനാണ് പോലീസ് എന്ന് പറയുന്നത്. അതും ഇങ്ങനെ നടക്കുന്ന ഒരാളെ അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാ? ഇനി മീശ വെച്ച് നടക്കുന്നതിന് കാര്യമില്ല. പിടിച്ചു കൊണ്ടുവരട്ടെ, കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കട്ടെ. പാർട്ടി പരിപൂർണമായി തള്ളിക്കഴിഞ്ഞു. ഇനി എന്താ നല്ല തള്ളിക്കഴിഞ്ഞു. ഇനി ഒരു തിരുത്തലുമില്ല. ഇങ്ങനത്തെ ആൾക്കാർ പാർട്ടിയിൽ ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു കെ മുരളീധരൻ. രാഹുൽ മാങ്കൂട്ടത്തിനെ 6 വർഷത്തേക്ക് പുറത്താക്കാൻ KPCC എടുത്ത തീരുമാനത്തിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയും സ്വാഗതാർഹമാണ്. കാരണം പൊതുരംഗത്ത് ഒരു സംശുദ്ധി ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാർട്ടി ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടത് സ്പീക്കറാണ്. ഇനി പുറത്താക്കപ്പെട്ട ആർക്ക് വേണ്ടിയും പാർട്ടിയിൽ ബാധിക്കാൻ പാടില്ല. അല്ല, പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ നടപടികളും പൂർത്തിയാക്കും. ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ധാർമ്മികതയുള്ള പ്രവൃത്തിയല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പൊതുപ്രവർത്തകൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ അത് MLA എന്ന് മാത്രമല്ല, പൊതുരംഗത്ത് നിൽക്കുന്നവർ പാലിക്കേണ്ട മാന്യത പാലിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെ വ്യക്തിയോട് നമ്മൾ ധാർമ്മികത പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം അയ്യപ്പന്റെ സ്വർണം കട്ട 2 നേതാക്കൾ ജയിലിലായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാത്ത CPM കോൺഗ്രസിനെ ഉപദേശിക്കാൻ വരേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. അയ്യപ്പന്റെ സ്വർണം കട്ട 2 കള്ളന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരായി പോലും ആക്ഷൻ എടുക്കാത്തവരാണ് ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നത്. അപ്പോൾ അവരിപ്പോൾ CPM പടകം പൊട്ടിക്കുന്നുണ്ട്, നടന്നോട്ടെ. കാരണം ഞങ്ങൾ പടകം പൊട്ടിക്കുന്നത് ഡിസംബർ 13 പുറത്താക്കപ്പെട്ട ആൾക്ക് വേണ്ടി പാർട്ടിയിൽ ആരും സംസാരിക്കരുത്. പ്രതിക്ക് വേണ്ടി സൈബർ ആക്രമണം നടത്തുന്ന കൂലിത്തല്ലുകാരെ ആരും വിലവെക്കില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. സൈബർ ആര് വിലവെക്കും? ഞാൻ പറയുന്നത് കൂലിത്തല്ലുകാർ ആര് വിലവെക്കാൻ? സംസ്കാരമില്ലാത്തവർക്ക് വേണ്ടി വാദിക്കുന്നവന് സംസ്കാരം കെട്ടവരില്ല. ഒരു സംശയം അക്കാര്യത്തില്ല. ഇനി സൈബർ വന്നോട്ടെ, വരുന്നെങ്കിലും ഞങ്ങൾ കണ്ടോളാം. സൈബറിൻ്റെ കെയർ ഓഫിലൊന്നുമല്ല ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനത്തെ ഒരു ഏർപ്പാട് ഞങ്ങൾക്കില്ല. അവരാരും കോൺഗ്രസ്സുകാരല്ല. അവർ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാത്രമല്ല, പൊതുരംഗത്ത് അപമാനകരമായിട്ടുള്ള പ്രവൃത്തിയെടുക്കുന്ന നീചശക്തികളാണ് ഈ സൈബർ എന്ന് പറയുന്നത്. TCV തൃശൂർ.